മോർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉച്ചക്കത്തുള്ള ഫുഡ് സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറിയും കൂടെ സെറ്റാണോ അല്ലേ? ചിക്കൻ കറിയും കൂടെ ആണ്. അച്ചുക്കുട്ടൻ നല്ല അച്ചു എന്താ പരിപാടി? അച്ചു ഷൂ കഴുകി വെക്കാൻ വേണ്ടി പോവാ. ആ മുക്കി വെച്ചാൽ മതി ആ ഇതിൽ. ആ മുഖത്തോട്ട് തന്നായി. ആ ഷൂ എല്ലാം എടുത്ത് മുക്കി വെക്ക്. ഞാൻ കഴുകിക്കോളാം. അത് മുക്കി വെക്ക്, കുറച്ചു നേരം മുക്കി വെക്ക്. നിനക്ക് പണി കിട്ടണോ? സോജി തകൃതി ജോലിയിലാണ്. ഇപ്പൊ സമയം 2:15. ആ 2:15. ഞങ്ങളല്ല നീ. ഞാൻ എണീച്ചപ്പോ 10 മണിയായി. 10 മണിയല്ലേ? 10:30 അല്ലേ? ഉറങ്ങുന്നില്ല ആശാന? ആശാന ഉറങ്ങുന്നില്ലേ? ഇല്ലേ? ആ പോവാം. ഷൂ മുക്കി വെച്ചേക്ക. കഴിഞ്ഞ ദിവസം അച്ചുക്കുട്ടനൊരു പണി ഒപ്പിച്ചു. എന്താ പണി ഒപ്പിച്ചത്? പറ. കഴിഞ്ഞ ദിവസം അച്ചുക്കുട്ടനെ ഇവിടെ ട്യൂഷന് സൈക്കിൾ കൊണ്ടുപോയപ്പം ഒരു ഹിന്ദിക്കാരൻ പയ്യനെ ഇടിച്ചിട്ട്. ആ സൈക്കിളിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അത് ആള് വീട്ടിൽ പറഞ്ഞില്ല, പേടിച്ചിട്ട് പറഞ്ഞില്ല. അപ്പൊ ഇന്നലെ സൈക്കിൾ എടുക്കാതെ പോയപ്പോ നമ്മളൊന്ന് നോക്കിയപ്പോഴാണ് എടുക്കാതെ സൈക്കിളിന്റെ വീല് റാകണം കയ്പ്. റായല്ല എന്തോ അതിന് ഷേപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മാരി ഇടിയാ ഹിന്ദിക്കാരൻ പയ്യനിട്ട് കൊടുത്തത്. പാവമായോണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയില്ല. സൈക്കിളിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. എടുത്ത് വെച്ചു. എന്താ വീല് കാണിച്ചാൽ നേരെ വെച്ച് അച്ഛൻ്റെ സൈക്കിളിൽ നേരെ വെക്കും. വീല് നേരെ വെച്ച് അച്ഛൻ്റെ സൈക്കിളിൻ്റെ വീലിരിക്കുന്ന ഇത്. എന്നിട്ട് അവന് അടുത്ത സൈക്കിൾ വേണമെന്ന് പറയുന്നത്, അടുത്ത ഗിയറിൻ്റെ സൈക്കിൾ വേണമെന്ന്. ഈ സൈക്കിളും നശിപ്പിച്ച്. വീലിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ച് എനിക്ക് പാമ്പ് മറ്റേ ഇതാകുന്നതാണ്, പൊളഞ്ഞു. എന്നിട്ട് നീ മുട്ട എങ്ങനെ പൊട്ടിയെന്നാ പറഞ്ഞേ? ചെറുതായിട്ടൊന്ന് സൈക്കിളിൽ നിന്ന് വീണെന്ന് ചെന്ന് തിരക്കിയപ്പം സൈക്കിളിൽ നിന്ന് വീണ് ഒരു പയ്യനെ ഇടിച്ചിട്ട്. ആ പയ്യൻ പാവായതിൻ്റെ കുഴപ്പമില്ല. വേറെ എവിടെയെങ്കിലും പറ്റിയോ സൈക്കിളിൻ്റെ അല്ലേ? നല്ല വീല് ഉൾപ്പെടെ മാറേണ്ടവർ. ആ റിമ്മൊക്കെ വളഞ്ഞു പോയി. ഞാൻ ഇപ്പോൾ വെക്കേഷന് അച്ഛന് സൈക്കിളില്ല. അച്ഛന് അടുത്ത സൈക്കിൾ വേണം, ഗിയറിൻ്റെ സൈക്കിൾ വേണം. ഇപ്പം അതാ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായി. നടത്തി വിടാനും പേടിയാ. ആ ചേട്ടൻ പറഞ്ഞ വെച്ചാൽ റോഡ് അങ്ങോട്ട് ഒരു സൈഡിലോട്ട് മാത്രമേ നോക്കത്തുള്ളൂ. അച്ചിക്കുട്ടൻ ഒരു സൈഡിലോട്ട് നോക്കിയിട്ട് ഒറ്റച്ചാട്ടം. കഴുകാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. അച്ഛൻ തന്നെ കഴുകിക്കളാന്ന് പറഞ്ഞു. എൻ്റെയും കഴുകുമോ? ആ സോളല്ലേ? ആ നല്ല അഴുക്കുണ്ടല്ലോ. കഴുകു. ഞാൻ കഴുകട്ടെ? ഇതാ നല്ല വെയിൽ പോകുന്ന കഴുകു. ഞാൻ കഴുകണം അച്ചു? വിശക്കുന്നല്ലോ. ഭക്ഷണം എന്തായോ? ചിക്കൻ സെറ്റായോ? ചിക്കൻ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ചൂടായിട്ടും ചിക്കന് പറഞ്ഞിട്ടില്ല അല്ലേ? എത്ര ചിക്കന്? KG 130. ഇനിയിപ്പോ ചിക്കന് വില കൂടും. എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ ഈസ്റ്ററൊക്കെ വരുന്നോണ്ട് എല്ലാത്തിനും വില കൂടും. ചിക്കൻ പെട്ടെന്ന് ആവട്ടെ. എന്റെ പൊന്നു മോൻ പണിയെടുക്കുവോ പാവം. പാവം എന്റെ മുത്തിരുന്ന് പണിയെടുക്കും എന്റെ ആദിക്കുട്ടൻ ചക്കര. പിന്നെ എന്റെ കുഞ്ഞു പാവം ചക്കര ഇങ്ങനെ നോക്കി.
അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ അടച്ചൊക്കെ സെറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. നിമോ ചേട്ടാ, ഞാൻ കുഞ്ഞാൾക്ക് ചോറ് കൊടുക്കാൻ പോവാം. ചേട്ടനപ്പോൾ ഒന്ന് ഇടക്ക് ചിക്കൻ കറി നോക്കണം. അയ്യടാ കിടന്നു കേട്ടാ, നോക്കണേ. അമ്പാടിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കും. അമ്പുവിന് ഫുഡ് കൊടുക്കാൻ ഇച്ചിരി പാടാണ്. പച്ച പൊട്ടുന്ന ഷൂ കഴുകുന്നോണ്ട് ആളവിടെ ഇരിക്കും. അത് കഴുകാ വെച്ചിട്ടാ, അത് യൂസ് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാണ്. തേച്ചങ്ങോട്ട് ഒരക്കി ഷാജിപ്പ കുളിപ്പിച്ച് കൊച്ചിനില്ല. ആരും എന്താ പഴഞ്ചൊല്ലില്ല, കുളിപ്പിച്ച് കൊച്ചിനില്ലാതൊക്കെ എന്താ അങ്ങനത്തെ ഇതില്ലേ. അത് കണക്ക് എൻ്റെ ഷൂ ഇല്ലാതാക്കരുത്. കഴിയാറയച്ചു. ഇവിടെ ഒരാൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കും. അമ്പാടി നിന്റെ കവളത്താണ് ചോറ് കഴിച്ചാരാ? നീയാണോ സോജിയുടെ കവളത്ത് ചോറ്? അമ്പാടി ടൈഗർ എങ്ങനെ അമ്പാടി? ആണ്ടാ കൊച്ചിന്റെ ടൈഗറിനെ കണ്ട. വണ്ടി ഓടിക്കുന്നേനാ? വണ്ടി പോന്നേനാ? പോരട്ടെ. അങ്ങനെ വണ്ടി ഓടിക്കുന്നു. എന്തോ അടുക്കള ഫുള്ള് കുളമായി കിടക്കും. അച്ഛൻ ഷൂ കഴുകലൊക്കെ കഴിഞ്ഞ് ഇത് സ്കൂളിലെ യൂണിഫോം എടുത്തിട്ടായിരുന്നു. അച്ഛൻ എന്നാ അച്ഛൻ പരീക്ഷ കഴിഞ്ഞു? ട്യൂസ്ഡേ. അപ്പം അന്നോട്ട് പിന്നെന്താ പരിപാടി? വെക്കേഷൻ എന്താ പ്ലാൻ? ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കും അല്ലേ? അപ്പം പെട്ടെന്നാട്ടെ വിശക്കുന്നല്ലോ. അപ്പോൾ നിമോ ചേട്ടൻ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. ലാസ്റ്റാണ് നിമോ ചേട്ടൻ കഴിക്കുന്നത്. അയ്യോ, ഒരാൾ ബാക്കിലിരുന്ന് നല്ലോണം ഒരുങ്ങുന്ന. എവിടെ പോണാവോ? നല്ല ഫുഡാണോ? ഇഷ്ടപ്പെട്ടാ? എന്തായാലും 3:30 ചോറ് വന്നാലും നല്ല ഫുഡ് കഴിച്ചില്ലേ? അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത്. അപ്പോൾ എല്ലാവർക്കും ബൈ.